10 വർഷങ്ങൾക്ക് മുൻപാണ് 2015 സമയത്താണ് ഈ ഷൈനുമായി ബന്ധപ്പെട്ട ആദ്യ കൊക്കെയിൻ കേസ് കേരളത്തിൽ വരുന്നതും അതിൽ അറസ്റ്റിലാവുകയും വലിയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തൊരു കേസാണ്. അതിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രമാണ് ഷൈൻ കുറ്റവിമുക്തനാകുന്നത്. കൃത്യമായ തെളിവുകളുടെ അഭാവവും തെളിവ് ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് പരാജയപ്പെട്ട കാര്യത്തിലൊക്കെ കോടതി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ അഭിജിത്തിലേക്ക് വരാം. ശ്രീജിത്ത് പെരുമന ചേരുന്നുണ്ട്. ശ്രീജിത്ത് പെരുമന, ഈ ഷൈൻ ടോം ചാക്കോ, ഇപ്പം ഞാൻ അഭിജിത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന ചോദ്യം അതായിരുന്നു. അതായത് ഇതിനു മുൻപ് കൊക്കെയിൻ കേസിൽ ഷൈൻ അകത്താവുകയും പോലീസിൽ അറസ്റ്റ് ചെയ്യുകയും ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ 10 കൊല്ലങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ആ കേസിൽ കുറ്റവിമുക്തനാക്കുമ്പോൾ തന്നെ മറ്റൊരു കേസിൽ തലയിലായിരിക്കുകയാണ്. വീണ്ടും ഷൈൻ ഈ മേഖലയിൽ തന്നെ തുടരില്ലേ? അല്ല, നോക്കൂ, നമ്മള് ഈ സിനിമയിലെ ലഹരി ഉപയോഗത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിൽ ഏറ്റവും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു പരാതി ആദ്യമായിട്ട് കൊടുത്തത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. അതില് ജോയിന്റ് കമ്മീഷണർ എറണാകുളവുമായിട്ട് ഞങ്ങൾ കൊച്ചിയിലെ ഓഫീസിൽ ഏകദേശം ഒരു 4.5 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. അതായത് ഇതിനിടയിൽ തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു, സിനിമാ സെറ്റുകളിലേക്ക് പോയി അവിടെ ലഹരി പരിശോധനകൾ കാരവാനിനുള്ളിലും അതുപോലെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലുമൊക്കെ പരിശോധന നടത്തണം എന്നുള്ളത്. അപ്പം സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും ഒരു പരിമിതിയായിരുന്നു അന്ന് ഈ പറയുന്ന എക്സൈസ് കമ്മീഷണർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആമുഖമായി തന്നെ പറയുന്നത്, സിനിമയിലെ ലഹരി ഉപയോഗം മറ്റെവിടെയും ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ അത് സിന്തറ്റിക് ലഹരിയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള വലിയ വലിയ വാർത്തകളുമൊക്കെയായി മാറിയത്. ഭരത് മുരളി, ദേശീയ അവാർഡ് കിട്ടിയ ഭരത് മുരളി, അതുപോലെ തന്നെ ഞാൻ പേരുകളിലൂടെ പലതും പരാമർശിക്കുന്നില്ല, കാരണം പലരും മൺമറഞ്ഞു പോയിട്ടുള്ള പ്രതിഭകളാണ്. അപ്പോ അന്നൊക്കെ സുലഭമായിട്ട് അന്ന് ലഭിക്കാവുന്ന അതായത് പിന്നെ ചാരായം അല്ലെങ്കിൽ കള്ള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഞ്ചാവ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം സുലഭമായിട്ട് എന്നോടൊക്കെ അനുഭവം പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ചില സിനിമകളിൽ ഈ പറഞ്ഞിരിക്കുന്ന അന്നത്തെ ഭരത് അവാർഡ്, ഇന്ന് ദേശീയ അവാർഡ്, അന്നത്തെ ഭരത് അവാർഡ് കിട്ടിയിട്ടുള്ള പല നടന്മാർ പോലും പല സീനുകൾ എടുക്കണമെങ്കിൽ പോലും അവർക്ക് ഇത്തരം ലഹരികൾ എന്ന് പറഞ്ഞാൽ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ലഹരികൾ നിർബന്ധമായിരുന്നു എന്നുള്ളതാണ്. അതായത് അതിന്റെ ഡയറക്ടർക്ക് അറിയാം, അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആ ഒരു സീൻ പെർഫെക്റ്റ് ആകണമെങ്കിൽ ആ രീതിയിൽ എടുക്കും. അപ്പം ഇത് ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. വളരെ കൃത്യമായിട്ട് ഇതിനൊരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സിലൂടെ ഇവർക്ക് ഏത് എക്സൈസും ഏത് പോലീസും കാവൽ നിന്നാൽ പോലും അവർക്ക് അത് കിട്ടുകയും ചെയ്യും. അത് ഉപയോഗിക്കുകയും ചെയ്യും. അവരത് ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുകയും ചെയ്യും. ഇത് ഏതെങ്കിലും രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതല്ല. ഇതിലെ പരാതിക്കാരനാണെന്ന് കൂടെ ഓർക്കണം. അപ്പോ ഈ എക്സൈസിന്റെയും പോലീസിന്റെയും ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ NDPS ആക്ട് പ്രകാരം ഷൈനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ, ഇത് നിലനിൽക്കുന്ന ഒരു കേസല്ല. ഇത് നിലനിൽക്കാൻ പോകുന്ന ഒരു കേസല്ല. കാരണം NDPS പ്രകാരം ഇദ്ദേഹം അന്ന് മദ്യപിച്ചെന്നോ അതിന് മുമ്പ് മദ്യപിച്ചെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന മെത്താഫെറ്റാമിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഗഞ്ച ഉപയോഗിച്ചെന്നൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങളൊന്നും ഒരാളുടെ ബ്ലഡിലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ഇത്തരം കേസുകൾ നടത്തുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ പിന്നെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് ഇതിൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ ഇത് അതിവ്യാപകമാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന നമ്മുടെ സംവിധാനങ്ങൾക്ക് പല രീതിയിൽ ആക്ട് ചെയ്യാമായിരുന്നു, പല സെറ്റുകളിലും പല ലൊക്കേഷനുകളിലും ഒക്കെ. പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജോയിന്റ് കമ്മീഷണറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. അതായത് ഞാൻ എങ്ങനെയാണ് അത് വക്കീലിനോട് പറയുക, ഞങ്ങൾക്കറിയാം
ഞങ്ങൾ നിസ്സഹായരാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരവസരം. ഇപ്പൊ ഈ ഷൈനിന്റെ ഒരു കേസ് എടുത്തിട്ട് അദ്ദേഹം ഏതോ ഒരു വളരെ ഒരു വലിയ സാമൂഹിക വിപത്താണ് എന്ന് പറയുന്നതിലേക്കൊന്നും ഒരു സാങ്കത്യമുണ്ട്, അല്ലെങ്കിൽ മലയാള ജനത അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം അങ്ങനെ പറയണമെന്നൊന്നും അല്ലെങ്കിൽ പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഓരോ ലഹരിക്കടിമയായിട്ടുള്ള ആളുകളും വിക്ടിംസ് ആണെന്നേ, ഇരകളാണെന്നേ. ഇവിടെ ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നിയമവിധേയമാണോ എന്ന് ചോദിച്ചാൽ അല്ല, നിയമപരമാണോ എന്ന് ചോദിച്ചാലും അല്ല. പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രോസ്റ്റിറ്റ്യൂഷൻ സെന്റർ ഉള്ളത് സോനുഗാച്ചിയിലാണ്, കൊൽക്കത്തയിലാണ്. രണ്ടാമതുള്ളത് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലാണ്, GB റോഡാണ്. അപ്പോ അതേപോലെ തന്നെയാണ് ഇവിടെ ലഹരി കൊണ്ടുവരുന്ന. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോറൽ ട്രാഫിക്കിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഇമോറൽ ട്രാഫിക്കിംഗ് ആക്ട് പ്രകാരം ഒരു സ്ത്രീക്കെതിരെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസില്ല, അവർ വിക്ടിമാണെന്നേ. അതായത് ഒരു സ്ത്രീ ഒരു വേശ്യാവൃത്തി അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി അവർക്കെതിരെ റെയ്ഡ് നടത്തി അല്ലെങ്കിൽ അവരെ കണ്ടെത്തി അവരെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വന്ന പുരുഷനാണ് പ്രതി എന്നുള്ള രീതിയിലാണ് പ്രിവെൻഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആക്ട് പറയുന്നത്. ഈ പറയുന്ന സ്ത്രീ വിക്ടിമാണ്. സെയിം ഒരു മാനദണ്ഡമായിരിക്കണം ഇവിടെയും വേണ്ടത്. ഇപ്പം ഷൈൻ ടോം പറയുന്നുണ്ട്, ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഞാൻ ചാടിപ്പോകുന്നതാണ് എന്നുള്ളതൊക്കെ. അപ്പം നമുക്കൊരു മെക്കാനിസം ഉണ്ടാവണം, നമ്മുടെ പോലീസിനും നമ്മുടെ എക്സൈസിനും ഒക്കെ ഒരു മെക്കാനിസം ഉണ്ടാവണം. അത് സിനിമാ ലൊക്കേഷനുകളിലായാലും, അത് ഈ പറഞ്ഞിരിക്കുന്ന 4 ആൾ കൂടുന്ന കവലകളിലായാലും, ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ പിന്നെ ക്ലബിലായാൽ പോലും എന്താ മാധ്യമങ്ങളുടെ പിന്നെ മാധ്യമ ക്ലബില്ലേ, അവിടെ നിങ്ങൾക്ക് ലിക്വർ ലൈസൻസ് ഇല്ലേ? അപ്പൊ നിങ്ങൾ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ലഹരി ഉപയോഗിക്കുന്ന പിന്നെ പരമായിട്ടാണ്. അപ്പൊ നിരോധിതമായിട്ട് സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആളുകളെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോലും അതിനെ ഏതെങ്കിലും രീതിയിൽ ടാക്കിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വിക്ടിംസിനെ ഏതെങ്കിലും രീതിയിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സമൂഹമായിട്ട് ഇത്രയും 21ാം നൂറ്റാണ്ടിൽ നമ്മൾ മാറിയെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിപ്പം മാധ്യമങ്ങൾക്കും ആളുകൾക്കും പൊതുജനങ്ങൾക്കും എനിക്ക് തോന്നുന്നു ഈ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഷൈനെ തെറി പറഞ്ഞുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അതായത് ഷൈനെ തെറി പറഞ്ഞ് ഷൈനാണ് ഏറ്റവും വലിയ, ഷൈനും ശ്രീനാഥ് ബാസിയും നമ്മുടെ മറ്റേ അബിയുടെ മകനൊക്കെയാണ് ഏറ്റവും വലിയ ആഭാസന്മാർ, അല്ലെങ്കിൽ ഇവരാണ് സമൂഹത്തെ നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലരൊക്കെ ഇപ്പൊ വന്ന് പറയുന്നത്. എന്നിട്ട് നേരെ അവർ പോകുന്നത് ഈ പറയുന്ന മെത്താഫിറ്റാമിനും ഈ പറയുന്ന ഗാഞ്ചയും അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടുന്ന ആളുകളുടെ അല്ലെങ്കിൽ അതിന്റെ ഏജന്റുകളുടെ അടുത്തേക്കായിരിക്കും. അപ്പൊ നമുക്കിതിനൊരു കൃത്യമായിട്ടൊരു മെക്കാനിസം ഉണ്ടാകണം. ഒരു രാജ്യത്തും കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ ഞാൻ പറയാം ഇസ്ലാമിക് റിപ്പബ്ലിക് പോലുള്ള സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഒഴികെ, ഈ ദുബൈയും UAE രാജ്യങ്ങളൊക്കെ ഒഴികെ മറ്റ് രാജ്യങ്ങളിലൊന്നും ഏതെങ്കിലും രീതിയിൽ ഇതിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം ഈ ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് വരുന്നതും ഈ ബാംഗ്ലൂർ ആസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ചെന്നൈ ആസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ബോംബെ ആസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഇതിവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഇതിന്റെ ലഭ്യത ഇവിടെ ഉണ്ട്. അപ്പം ആ സോഴ്സിലേക്കാണ് നമ്മുടെ സിസ്റ്റം കടന്നു ചെല്ലേണ്ടത് എന്നുള്ളതാണ് എന്റെ വാദം. ഷൈൻ ടോം ചാക്കോയ്ക്ക് എങ്ങനെ ഈ മെത്താഫെറ്റാമിനും ഈ ഗഞ്ചയും ഒക്കെ ഇത്ര സുലഭമായിട്ട് കിട്ടുന്നു? ആരാണ് ഇപ്പൊ 2 ആളെ പിടിച്ചു? ഷജീർ എന്ന് പറയുന്ന ഒരാളുടെ പേര് പറഞ്ഞത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു FIR ഇട്ട കേസ് എടുത്തത്. പിന്നെ പോലീസിന് മുന്നിൽ ഒരു കൺഫെഷൻ നടത്തിയിട്ടുണ്ട്, ഞാനിത് ഉപയോഗിച്ചിരുന്നു, അന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന്. മാധ്യമ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് കോടതിക്ക് മുന്നിൽ നിലനിൽക്കുന്ന ഒന്നല്ലാന്നേ. CRPC 161 പ്രകാരം പോലീസിന് കൊടുക്കുന്ന മൊഴികൾ അല്ലെങ്കിൽ കൺഫെഷനുകൾ അല്ലെങ്കിൽ കുറ്റസമ്മതമൊന്നും കോടതിക്ക് മുമ്പിൽ യാതൊരു തെളിവ് നിയമപ്രകാരം എവിഡൻസ് ആക്ട് പ്രകാരം നിലനിൽക്കുന്നതല്ലാന്നേ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് മെത്താഫിറ്റാമിൻ അടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ആഴ്ച എന്നെ പിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ഇടാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പം ഈ ഷൈനുൾപ്പെടെ, ഷജീറിനുൾപ്പെടെ, കഴിഞ്ഞ ദിവസം പിടിച്ച ലേഡി ഉൾപ്പെടെ, കണ്ണൂരിൽ നിന്ന് പിടിച്ച ബുള്ളറ്റ് ലേഡി ഉൾപ്പെടെ, ഇവർക്കൊക്കെ എവിടുന്ന് ഇത്തരം ലഹരികൾ ഇവിടെ വളരെ ഈസിയായി സുലഭമായി കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന ചോദ്യം, ആ സോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ ശ്രീജിത്ത്, ഒരു സംശയം, അതായത് ഇപ്പോ പരാതിക്കാരി അല്ലെങ്കിൽ ഈ പേര് പോലും പുറത്തു വരരുത്, പക്ഷെ ഇങ്ങനെ സിനിമാ സെറ്റിൽ അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന തന്റെ ആ തൊഴിൽ മേഖലയിൽ ഇത്തരം
പ്രവണതകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി പരാതിപ്പെട്ടത്. അവർ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വകാര്യത അത് നഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് നീതി വേണ്ടേ? അല്ല, വേണം. ഒരു സംശയവുമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം ഇപ്പൊ പരാതിപ്പെട്ടിട്ടുള്ള ആ പെൺകുട്ടിക്കാണെങ്കിലും നേരത്തെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ നീതി വേണം. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അതിൽ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് പരാമർശങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഗ്യാങ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തലുകളും മീറ്റു ആക്ഷേപങ്ങളും ഒക്കെ കൊണ്ടുവരികയും പല ആളുകൾക്കെതിരെ FIRകൾ രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് കോഷ് ചെയ്യുകയും വലിയ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പിന്നെ സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് സൈറ്റുകളിൽ ലൊക്കേഷനുകളിൽ നടക്കുന്ന ലഹരി ഉപയോഗങ്ങളെ കുറിച്ച് എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, പൊതുസമൂഹം എവിടെ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇക്കിളിക്കഥകളുടെ കൂടെ പോയി. ഏത് രഞ്ജിത്തൊക്കെ, ആ ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ ആയിരിക്കുന്ന രഞ്ജിത്തൊക്കെ ഇല്ലാത്തൊരു ഹോട്ടലിൽ, അതായത് പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന വർഷത്തിൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ അത്തരത്തിൽ വലിയ കള്ളപ്പരാതികൾ എന്നൊക്കെ പറഞ്ഞ് കർണാടക ഹൈക്കോടതി തള്ളിയ കേസുകൾ പോലും അതിലുണ്ട്. പക്ഷെ ആ ഘട്ടത്തിൽ ഒന്നുകിൽ പോലും ഏറ്റവും പ്രധാനമായി ഈ ലൈംഗിക അതിക്രമത്തെ പോലെ തന്നെ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ടിയിരുന്ന ലഹരി ഉപയോഗം, അതിന് തടയിടേണ്ടിയിരുന്ന മാർഗങ്ങൾ, തടയിടാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാവരും പുറത്തുവിട്ട ആ റിപ്പോർട്ടിലുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ആ ഘട്ടത്തിലൊന്നും ചർച്ച വന്നില്ല? അപ്പൊ നിങ്ങൾ ഒരു ശ്രീനാഥ് ബാസിയിലേക്കും ഒരു ഷൈൻ ടോം ചാക്കോയിലേക്കും അല്ലെങ്കിൽ ഒരു 3-4 ആളുകളിലേക്കും ഇതിനെ ഒതുക്കിയാണ്. സിനിമയുടെ ഒരു 1-2 സിനിമകളിൽ ഭാഗമായി പ്രവർത്തിച്ച കുറച്ചധികം സിനിമകളുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളെന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഇതിനു മുൻപ് ഏതൊക്കെ എത്ര വലിയ പ്രതിഭകളാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പം ഇതൊക്കെ ശാശ്വതമായി ഇല്ലാതെയാക്കണമെങ്കിൽ സ്റ്റേറ്റിന്റെ മെക്കാനിസം ഉണർന്ന് പ്രവർത്തിക്കണം. നേരത്തെ ജോയിന്റ് കമ്മീഷണർ എന്നോട് പറഞ്ഞതുപോലെ തന്നെ, വക്കീലെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിസ്സഹായരാണ്, ഒരു സൈറ്റിലേക്ക് ഞങ്ങൾക്ക് കയറി ചെല്ലാൻ വേണ്ടി പറ്റില്ല, ഒരു ലൊക്കേഷനിൽ പോയി റെയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്തരത്തിൽ പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും നിസ്സഹായരാണ്. അപ്പം എങ്ങനെയാണ് ഇവർക്കൊക്കെ കൊണ്ടുവരുന്ന ഈ ഒരു ലഹരി എന്നുള്ളത്? അപ്പം ഒരു പ്രാവശ്യം ഈ വിക്ടിമിന്, നേരത്തെ പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു മോശം സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ വളരെ അപകീർത്തിപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തുന്ന രീതിയിലേക്ക് ചെക്ക് ചെയ്തു എന്ന് ആ കുട്ടി പറയുമ്പോഴും മറ്റെന്തോ പൊടി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് പരാതിയായിട്ട് നൽകാൻ പോലും ഇപ്പോഴാ കുട്ടി വില്ലിങ് അല്ല. മനസ്സിലായില്ലേ? ഇപ്പം വേറെ എന്താണ് അതിന്റെ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേദാന്തയിൽ പോയിട്ട് ഇവര് ഈ റെയ്ഡ് നടത്തുന്നതും ഇറങ്ങി ഓടുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ ഡ്രാമകള് ഈ സ്ഥലത്ത് അരങ്ങേറിയിട്ടുള്ളൂ. അപ്പം എക്സൈസ് വകുപ്പിനോ പോലീസ് വകുപ്പിനോ കൃത്യമായിട്ട് യാതൊരുവിധ മെക്കാനിസവും ഈ സിനിമാ മേഖലയിൽ എന്നാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ ഈ കൊച്ചിയിലേക്ക് മറ്റ് ടൂറിസം മേഖലയിലാവട്ടെ ഒക്കെ നടക്കുന്ന ഈ പറയുന്ന സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള ലഹരിയുടെ വ്യാപനം അല്ലെങ്കിൽ ലഹരിയുടെ ഈ പറയുന്ന വിപണനം അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ വിക്ടിമാണെന്നേ. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ജയിലിലേക്കും ഷൈൻ ടോമിനെ വിടരുത്. ഷൈൻ ടോമിനെ സ്റ്റേറ്റ് നിർബന്ധമായും കൊണ്ടുപോയിട്ട് സിന്തറ്റിക് ലഹരി എങ്ങനെ ശരീരത്തിനെ ബാധിക്കുന്നുവെന്നും ഏത് രീതിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെ പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഷൈൻ ടോമിന്റെ പിതാവുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചതാണ്. അദ്ദേഹവും പറയുന്ന ഇതേ കാര്യമാണ്. ഒരാളെ വേട്ടയാടിക്കൊണ്ട് ഇദ്ദേഹത്തെ ഒരു സ്റ്റേറ്റിലെ മുഴുവൻ ലഹരി ഉപയോക്താക്കളും ഈ സിനിമയിലെ മുഴുവൻ ആളുകളും ഈ 3 ആളുകളാണെന്നുള്ളത് മറ്റാളുകൾ ചിരിക്കുന്നുണ്ടാവും, മറ്റെവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട്. എനിക്ക് പോലും അറിയുന്ന ആളുകൾ ചിരിക്കുന്നുണ്ടാവും. കാരണം ഇവർ 3 ആളാണെന്നുള്ളതാണല്ലോ നമ്മൾ അത് ചാർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരെയാണല്ലോ നമ്മളിപ്പം വേട്ടയാടുന്നത്. അവര് വിക്ടിംസ് ആണ്. അവരെ ട്രീറ്റ് ചെയ്യണം, റീഹാബിലിറ്റേറ്റ് ചെയ്യണം, കൗൺസിലിംഗ് കൊടുക്കണം. അവരെ ഒരു നല്ല മനുഷ്യനായി, നല്ലൊരു ആക്ടറായിട്ട്, ഇത്രയും വേഴ്സിറ്റാലിറ്റി ഉള്ള, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തിലകനെ സാറിനെയൊക്കെ പോലെ അഭിനയിക്കുന്ന മറ്റൊരു ആക്ടർ നമുക്ക് മലയാളത്തിലുണ്ടോ? കന്നഡയിലും തെലുങ്കിലും ഒക്കെ തിളങ്ങിയ മറ്റൊരു ആക്ടറുണ്ടോ? അപ്പം അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത് നല്ലൊരാളാക്കി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ആഗോള കുറ്റവാളി ഇദ്ദേഹമാണ്, ലോകത്തെ മുഴുവൻ മെത്താഫെറ്റാമിനും ഗാഞ്ചയും MDMA ഒക്കെ കൊടുക്കുന്ന ഇദ്ദേഹമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലുള്ള
ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണം അത് ശ്രീനാഥ് ബാസിക്കെതിരെയാണെന്നുണ്ടെങ്കിലും ഷൈൻ ടോം ചാക്കോക്കെതിരെയാണെന്നുണ്ടെങ്കിലും ഒന്നും ശരിയല്ല. പിന്നെ ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ട് നിൽക്കണമെന്നേ. ആ പെൺകുട്ടിയുടെ പരാതി ഉണ്ടെങ്കിൽ മാത്രം ഈ കേസ് പോലും നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. പക്ഷെ ആ പെൺകുട്ടി പറയുന്നത് സിനിമയിലുള്ള പ്രശ്നം സിനിമയിൽ പരിഹരിച്ചോളാം എന്നുള്ളത്. ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ എന്ത് മെക്കാനിസമാണ് അമ്മയ്ക്കും ഇവർക്കെല്ലാം ഉള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സാധനമേ അവിടെയില്ല. കാരണം ഞാൻ കൂടുതൽ പറയുന്നില്ല, അതിന്റെ പല ആളുകളും ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും ഒക്കെ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് എന്റെ പരാതിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പരാതി സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് പ്രബുദ്ധ കേരളം എടുക്കേണ്ടത്. ഒരു ഷൈൻ ടോമിനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതും റിമാൻഡ് ചെയ്യുന്നതും കാത്തു നിൽക്കുന്ന ഒരു മലയാളി ആവരുത് നമ്മൾ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഇരയാണ്, വിക്ടിമാണ്, ഈ സിന്തറ്റിക് ലഹരിയുടെ ഇരയാണ്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോകും. ഒരുപാട് കാലം നമുക്ക് കാണേണ്ടതാണ്. ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 27 വർഷം, സാധാരണ ഗാഞ്ചയും മെത്താഫെറ്റാമിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 13 വർഷം, അല്ലെങ്കിൽ ഒരു 27 വർഷം എന്നുള്ളതൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത് ഒരാളുടെ ലൈഫിൽ നിന്ന് ഇല്ലാതെയാവുന്നത്. അപ്പം ഇത്തരം വളരെ കഴിവുകളുള്ള ശ്രീനാഥ് ബാസിയെ പോലെയും ഈ ഷൈൻ ടോം ചാക്കോയെ പോലുള്ള ആളുകൾ നമ്മൾ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ അവരെ ഏതെങ്കിലും രീതിയിൽ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കേണ്ട ഒരു ഘട്ടമല്ല ഇത് എന്നുള്ളതാണ് എനിക്ക് വളരെ വളരെ വിനീതമായിട്ട് ഈ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും പറയാറുള്ളത്. നിങ്ങൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീനുമായിട്ട് ഈ പറയുന്ന ക്രിസ്ത്യൻ സഭകളൊക്കെ ഉണ്ട്. എന്താണ് ഈ മദ്യവിരുദ്ധ സമിതി, ഈ പറയുന്ന ഇതെന്നൊക്കെ മാധ്യമങ്ങളുടെ എന്തോ യാത്രകളൊക്കെ ഇപ്പൊ കാണാം, ലഹരി വിമുക്ത യാത്ര. പക്ഷെ പ്രസ് ക്ലബ്ബുകാർക്ക് ബാർ ലൈസൻസ് ഉണ്ട്. പിന്നെ പള്ളിയിൽ അച്ഛന്മാർക്ക് അല്ലെങ്കിൽ പള്ളിയിൽ വീഞ്ഞ് വിളമ്പാൻ വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. വീഞ്ഞിന്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഷപ്പുമാര് അപേക്ഷ കൊടുത്തതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ ലഹരി വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ സമരം നടത്തുന്നത്? ആരൊക്കെയാണ് ലഹരിയുടെ എതിരെ നിൽക്കുന്ന ആളുകൾ? ഇത്തരം ആളുകൾ തന്നെ അനുകരണീയമായിട്ടുള്ള മാതൃകകളാണോ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ആത്മപരിശോധന കൂടെ നടത്തണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ പെൺകുട്ടിക്ക് നിർബന്ധമായിട്ടും നീതി കിട്ടണം. എന്റെ അഭിപ്രായത്തിൽ ആ പെൺകുട്ടി ഇത്രയും പറഞ്ഞ ആ പെൺകുട്ടി സിനിമയിൽ വന്നത് സിനിമയിൽ പരിഹരിക്കാം എന്നുള്ളതല്ല, വളരെ വലിയ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. ഒരു കുറ്റകൃത്യമാണ് നടന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് പോലീസുമായിട്ടുള്ള അന്വേഷണത്തിൽ സഹകരിക്കാനുള്ള ഒരു മനസ്സുകൂടെ അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനം കൂടെ ആ പെൺകുട്ടി എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.